ഹായ് ഓൾ, Prepwise CUET സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET 2022 പറ്റിയും ഈ ഒരു എക്സാമിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു പല ഡീറ്റെയിൽസുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. CUET പറ്റി പറയുമ്പോൾ നമുക്കൊരിക്കലും UGC പറ്റി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGC ആണ് ഈ ഗൈഡ് ലൈൻസ് NTAക്ക് നൽകുന്നത്. CUET എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും UGC ആണ്. UGC കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ എക്സാം ഓൾ ഓവർ ഇന്ത്യ നടത്തുന്ന ഒരു ഏജൻസിയാണ് NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUCET എങ്ങനെ CUET 2022 ആയി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. 2022 UGC പറഞ്ഞിട്ട് NTA നടത്തുന്ന എക്സാം ഇനി തൊട്ട് ഒരിക്കലും CUCET അല്ല, പക്ഷേ CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ വരവ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ UGC അറിയിച്ചതിന് തൊട്ട് പിന്നാലെ UGCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ, മുമ്പ് JNU VC ഒക്കെ ആയിരുന്നു, അദ്ദേഹം ഒരുപാട് ചാനലുകളിലായിട്ട് പുള്ളിയുടെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. CUETയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ദൂരീകരിക്കാനുള്ള ഒരു ഓപ്ഷനും പുള്ളി കൊടുത്തിരുന്നു. ഈ ചാനലുകളിലൂടെയാണ് ഈ നമ്മുടെ ചെയർപേഴ്സൺ ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഇന്റർവ്യൂസിലൂടെ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പലവിധ ആർട്ടിക്കിൾസ് ആയിട്ട് പല ന്യൂസ് പേപ്പറിലും പല സൈറ്റ്സിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല റിപ്പോർട്ട്സിൽ നിന്ന് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഫരീഹ ഇഫ്തിഖർ എന്ന ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ, നാഷണൽ ലെവലായിട്ട് നടക്കുന്ന എഡ്യൂക്കേഷൻ റിഫോംസ്, അതുപോലെ ഓരോ മാറ്റങ്ങളും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ളതാവുമ്പോൾ എപ്പോഴും അത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഇവർ തന്നെയാണ്. ഇത്രയും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സാമിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യാൻ എടുക്കുമ്പോൾ അത്രയും ഓതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിന് തന്നെ ന്യൂസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഫരീഹയുടെ ആർട്ടിക്കിൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പാരൻസിനും സ്റ്റുഡൻസിനും CUCET ഇല്ല, CUET ആണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ അവർക്ക് തോന്നുന്നുണ്ട്. അത് കുറേ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് കമൻസിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഈ ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇരുന്ന് കാണുക. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കുള്ള ഒരുപാട് ഡൗട്ട്സ്, ഒരുവിധം എല്ലാ ഡൗട്ട്സും തന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളത്, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാൻ, CUETയുടെ ഓരോ അപ്ഡേറ്റ്സും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. College admissions are going to change forever. There will now be a common entrance test for all undergraduate admissions in central universities. That includes DU, among others. And authorities say this will mean that both Class 12 marks as well as the entrance test will now become the new criteria for getting into college. CUET जो हम अनाउंस किया बहुत स्टूडेंट फ्रेंडली रिफॉर्म है. अब क्या हो रहे हैं, स्टूडेंट्स इफ दे वांट टू गेट एडमिशन इन UG प्रोग्राम्स दे हैव टू राइट मेनी एंट्रेंस एग्जामिनेशंस. और कुछ यूनिवर्सिटीज़ में एडमिशन +2 मार्क्स के बेसिस पे एडमिशन होता है और इसमें बहुत वेरिएशंस भी है बिकॉज वी हैव सो मेनी बोर्ड्स अक्रॉस द कंट्री. तो इन ऑर्डर टू मेक द लाइफ ऑफ द स्टूडेंट्स ईजी UGC ने डिसाइड किया आगे एडमिशन्स के लिए 2022-23 एडमिशन्स UG एडमिशन्स के लिए सभी सेंट्रल यूनिवर्सिटीज में हम CUET को कंपलसरी किया. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോസിലെല്ലാം സംസാരിക്കുന്ന വ്യക്തിയാണ് UGCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഫുൾ ടൈം ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ വളരെ ബ്രീഫാക്കി നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുമ്പം ആദ്യം തന്നെ പറയാനുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് 45ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് CUET വഴി മാത്രമായിരിക്കും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള നിങ്ങളുടെ എൻട്രി. UGC വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീഡിയോസ് മുമ്പും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളും കൃത്യമായി പറയുന്നുണ്ട്. +2 ബോർഡ് എക്സാം മാർക്സ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് എക്സാം ബേസ്ഡ് ആയിട്ടോ ഒന്നും ഈ വട്ടം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് UG അഡ്മിഷൻ ലഭിക്കുന്നതല്ല. UG അഡ്മിഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ച് CUET എഴുതേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഈ റൂൾ UGC ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് 2022 to 2023 ഈ ഒരു സെഷൻ തൊട്ട്, ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ട് ഇത് പ്രാബല്യത്തിൽ വരികയാണ്. വിച്ച് മീൻസ് ഈ വരാൻ പോകുന്ന CUET നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയായിരിക്കും നടത്തപ്പെടുക. എന്ന് വെച്ചാൽ
+2 ബോർഡ് എക്സാം മാർക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വട്ടം തൊട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റില്ല. CUET ആസ്പിറൻസിനൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ജൂലൈ ആണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇപ്പോൾ UGC അത് ശരിവെച്ചിരിക്കുകയാണ്. ജൂലൈ ഫസ്റ്റ് വീക്കാണ് CUETയുടെ ഡേറ്റ് അവർ കൊടുത്തിട്ടുള്ളത്. UG ആയിക്കോട്ടെ PG ആയിക്കോട്ടെ, നീറ്റ് കഴിഞ്ഞ ഉടനെ CUET നടത്താനാണ് UGCയും NTAയും തീരുമാനിച്ചിരിക്കുന്നത്. മിസ്റ്റർ ജഗദേഷ് കുമാർ പിന്നെ പറയുന്ന കാര്യം, എങ്ങനെയൊക്കെയാണെങ്കിലും ഈ UG കോഴ്സുകളിലേക്ക് എടുക്കുന്ന പോലെ ആയിരിക്കില്ല PGയിലേക്കുള്ള അഡ്മിഷൻ. PGയിലേക്കുള്ള അഡ്മിഷന് യൂണിവേഴ്സിറ്റികൾക്ക് ഒരു ചോയ്സ് ലഭിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ CUET വഴി എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ആയിട്ടോ എക്സാംസ് ആയിട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനും ജഗദീഷ് കുമാറിന്റെ ഇന്റർവ്യൂ നിന്ന് നമുക്ക് മനസ്സിലായത്. സോ PGക്കാർക്ക് ഒരു പക്ഷേ ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും CUET വഴിയോ മറ്റേതെങ്കിലും ഒരു എക്സാം വഴിയോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരമുണ്ട്. അതേ സ്ഥാനത്ത് സെൻട്രലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസും അതും ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളും എല്ലാം തന്നെ അവരുടെ സ്റ്റുഡൻസിനെ എടുക്കുന്നത് CUET 2022 വഴിയായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ വന്നുടനെ തന്നെ ഒരുവിധം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരുടെ മീറ്റിംഗ്സ് ഉണ്ടായി. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും, എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഈ വട്ടം തൊട്ട് പൊതുവെ കട്ട് ഓഫ് വെച്ച് കുട്ടികൾ എടുത്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പോലും ഈ വട്ടം എൻട്രൻസ് വഴിയായിരിക്കും, ഈ CUET വഴിയായിരിക്കും അവരുടെ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. CUCETയും CUETയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമല്ല CUET വഴി നിങ്ങൾക്കൊരു വഴി തുറക്കുന്നത്. CUET സ്കോർ കൺസിഡർ ചെയ്ത് അവരുടെ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെയും UGC ക്ഷണിക്കുന്നുണ്ട്. 45 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല, അതിലേറെ ഒരുപാട് കോളേജുകൾ, ഇന്ത്യയിലെമ്പാടുമുള്ള കോളേജുകളിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിരിക്കും നിങ്ങൾക്ക് CUET. CUET ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 13ഓളം ലാംഗ്വേജസിലാണ് NTA നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ 13ഓളം ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, അസാമീസ്, ബംഗാളി, കന്നഡ, മലയാളം, മറാഠി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. ഈ 13 ലാംഗ്വേജസിലും നിങ്ങൾക്ക് CUETക്ക് അപ്പിയർ ചെയ്യാം. UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ വീണ്ടും ഒരു കൺസേൺ, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും വന്നിട്ടുള്ള ഒരു ഡൗട്ട് കൂടെ വളരെ വ്യക്തമായി ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് ഈ യൂണിവേഴ്സിറ്റികളിലുള്ള കോട്ടകളെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പലതരത്തിലുള്ള കോട്ടകൾ അനുവദിക്കാറുണ്ട്, പലതരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഈ റിസർവേഷൻസിന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അതിന് ഇദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, റിസർവേഷന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു റിസർവേഷനുള്ള യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ 50% സീറ്റ്സ് മൈനോറിറ്റിക്ക് വേണ്ടി റിസർവ്ഡ് ആണെങ്കിൽ ആ സീറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അതിലൊരു മാറ്റം വരുന്നത്, അതിലേക്കുള്ള എൻട്രി ഈ CUET വഴിയായിരിക്കും. CUETക്ക് അപ്പിയർ ചെയ്ത് അതിൽ നല്ല സ്കോർ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ആ ഒരു റിസർവേഷന് എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിലെ മികച്ച 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 50% അവിടുത്തെ ഇന്റേണൽ സ്റ്റുഡൻസിനുള്ളതാണ്. അത് അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ 50% സീറ്റ്സ് മൈനോറിറ്റി സ്റ്റുഡൻസിനുള്ളതാണ്. അതിലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ആകെ ഉണ്ടാകുന്ന മാറ്റം, ഇതിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് മുമ്പത്തെ പോലെ അവരുടെ ഒരു എൻട്രൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് ബേസ്ഡോ അല്ല, CUET ആണ് ഇതിലേക്കുള്ള ഏക വഴി. ഇപ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, അതായത് എക്സാമിലൂടെ മാത്രം എൻ്റെ കഴിവ് അവർക്ക് മനസ്സിലാവുമോ? ഞാനൊരു ഡാൻസറാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു എക്സാം എഴുതിയോണ്ട് മാത്രം എനിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചായിരിക്കും എൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുക. ഒരിക്കലും അല്ല. അങ്ങനെയുള്ള ഓപ്ഷൻസിൽ ഒരുപാട് കോഴ്സുകൾ, ഇങ്ങനെ പ്രാക്ടിക്കൽ വേണ്ട കോഴ്സുകൾക്കെല്ലാം ഇന്റർവ്യൂസും അതുപോലെ തന്നെ പ്രാക്ടിക്കലും എല്ലാം വെച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ UGC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൽ ബേസ്ഡ് കോഴ്സുകളായ മ്യൂസിക്, പെയിന്റിംഗ്, സ്കൾപ്ചർ, ആർട്ട്, ഈ വക എല്ലാ ഡിസിപ്ലിൻസിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വഴി എടുക്കാനുള്ള ഓപ്ഷൻ CUCET അപ്പിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഓപ്ഷൻസ് വരിക. CUCET നിങ്ങൾ അപ്പിയർ ചെയ്തേ മതിയാവൂ. പക്ഷെ അത് മാത്രമല്ല നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലും അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് UGC നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരം. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, എക്സാം എല്ലാം നമ്മൾ സെൻട്രലൈസ്ഡ് ആക്കിയെങ്കിൽ പോലും കൗൺസിലിംഗ് അഥവാ അഡ്മിഷൻ എടുക്കുന്നത് ഒരിക്കലും സെൻട്രലൈസ്ഡ് ആയിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എക്സാം ഇങ്ങ് എത്താറായി. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓരോ കോളേജുകളും അവരുടെ തന്നെ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ ആയിരിക്കും ഫോളോ ചെയ്യുക. വിച്ച് മീൻസ് എക്സാം നിങ്ങൾ ഒറ്റ എക്സാം എഴുതിയാൽ മതി. പക്ഷേ കോളേജിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോളേജിലേക്ക് ഒരേ സമയം ചിലപ്പം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവും. അത് ഈ വട്ടമാണ്. അടുത്ത വട്ടം തൊട്ട്
ഈ JEE നീറ്റ് എല്ലാം പോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലൂടെ നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ കുറേയൊക്കെ ഡൗട്ട്സ് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ഡൗട്ട്സ് ഉള്ളവരുടെ ഭൂരിഭാഗം ഡൗട്ട്സും എക്സാമിനെ പറ്റിയായിരിക്കും. എക്സാമിനെ പറ്റിയും ജഗദേഷ് കുമാർ പറയുന്നുണ്ട്. 2 ഫേസ് ആയിട്ട് നടത്തുന്ന 3.5 മണിക്കൂർ നീണ്ട പരീക്ഷയായിരിക്കും CUET 2022. CUET 2022 വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERT 12th ക്ലാസ് സിലബസ് എന്നുള്ളതായിരിക്കും. എല്ലാ വട്ടത്തെയും പോലെ ഈ വട്ടത്തെ എക്സാമും ഒരു MCQ ടൈപ്പ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും. ഞാൻ പറഞ്ഞു 2 ഫേസ് ഉണ്ട് എക്സാമിന് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ വരുന്നത് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ 13 ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. മലയാളികളെന്ന നിലയ്ക്ക് നമ്മൾ ഒന്നെങ്കിൽ മലയാളം, ഇനിയിപ്പം മലയാളം അധികം പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ മിക്കവാറും ഇംഗ്ലീഷുമായിരിക്കും സെലക്ട് ചെയ്യുക. ഇതെല്ലാം സെലക്ട് ചെയ്യാൻ നേരത്തെ വായിച്ച തെലുഗു, തമിഴ് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ ഏതിലാണോ കംഫർട്ടബിൾ ആ ഒരു ലാംഗ്വേജ് മാത്രം സെലക്ട് ചെയ്ത് എക്സാമിന് അപ്പിയർ ചെയ്യുക. ഫേസ് 1 നിങ്ങൾ ഈ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം എടുത്താൽ പോരാ, അതിനു പുറമെ 2 ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും അതുപോലെ ഒരു ജനറൽ ടെസ്റ്റും കൂടെ ഈ ഫേസ് 1ന്റെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഫേസ് 1 എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഫേസ് ആണ്. അതേ സ്ഥാനത്ത് ഫേസ് 2ലേക്ക് പോകുമ്പോൾ അതൊരിക്കലും ഒരു കമ്പൽസറി അല്ല, പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുവാണ്. ഫേസ് 1 2 ഡൊമൈൻ സ്പെസിഫിക് എക്സാംസ് ആയിരുന്നെങ്കിൽ ഫേസ് 2 നിങ്ങൾക്ക് 4 മോർ, അതായത് ടോട്ടൽ 6 ഡൊമൈൻ സ്പെസിഫിക് എക്സാംസ് അപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് UGC നൽകുന്നുണ്ട്. ഫേസ് 2 ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ, അതല്ലാതെ ഒരു ലാംഗ്വേജ് ടെസ്റ്റിനും കൂടെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ഫസ്റ്റത്തെ ലാംഗ്വേജ് ടെസ്റ്റ് കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ്. രണ്ടാമത് പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ 19ഓളം ഭാഷകളുടെ ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഈ ഭാഷകളെല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എഴുതേണ്ട ഒരു എക്സാമാണ് ഫേസ് 2 ലാംഗ്വേജ് ടെസ്റ്റ്. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കാം. ഫേസ് 1 ലാംഗ്വേജ് ടെസ്റ്റ് കമ്പൽസറി ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അറിയുന്ന ഭാഷയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട ഒരു എക്സാമാണ്. ഫേസ് 2 വരുന്ന ഓപ്ഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ആ ഭാഷ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊരു കരിയർ ഓപ്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ നിങ്ങൾക്കൊരു അണ്ടർ ഗ്രാജുവേഷൻ, ഒരു UG എടുക്കണം, ഒരു ഡിഗ്രി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഈ ഫേസ് 2 ലാംഗ്വേജ് ടെസ്റ്റ്. അത് എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഫേസ് 2 നിങ്ങൾക്കുള്ളത് 4 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിനുള്ള ടെസ്റ്റുകളും അതുപോലെ ഒരു ലാംഗ്വേജ് ടെസ്റ്റുമാണ്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. അതേ സ്ഥാനത്ത് ഫേസ് 1 പറഞ്ഞിട്ടുള്ള ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇത് 3ഉം കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണ്. വിച്ച് മീൻസ് ഫേസ് 1 കമ്പൽസറി ആണ്, ഫേസ് 2 ഓപ്ഷനിലാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫേസ് 1 ലാംഗ്വേജ് ടെസ്റ്റും ഫേസ് 2 വരുന്ന ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇനി പറയാനുള്ളത് ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിനെ പറ്റിയാണ്. 6 ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 എണ്ണം കമ്പൽസറി ആണ്, 4 എണ്ണം ഓപ്ഷനിലാണ്. ഈ 6 എണ്ണം നിങ്ങൾ 27ഓളം വരുന്ന ഡൊമൈൻസ് നിന്നാണ് അല്ലെങ്കിൽ സബ്ജക്ട്സ് നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ ഏരിയാസ് ഉണ്ടോ ആ ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ UGC നൽകുന്നുണ്ട്. കാരണം 6 സബ്ജക്റ്റിലേക്കൊക്കെ എൻട്രൻസ് എഴുതാൻ പറ്റുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും UGC CUET മുന്നോട്ട് വെച്ച് തരുന്നത്. CUETയെ പറ്റി UGC പുറത്തുവിട്ട നോട്ടിഫിക്കേഷനും ജഗദേഷ് കുമാർ UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്നും എടുത്തിട്ടുള്ള വിവരങ്ങൾ വെച്ചുണ്ടാക്കിയ ഒരു ആർട്ടിക്കിളാണ്, ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം അനലൈസ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ കുറെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ മാറാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. CUETയെ പറ്റിയുള്ള ഡൗട്ട്സ് എല്ലാം മാറി, കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി. ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യം? പ്രിപ്പറേഷൻ. നിങ്ങൾ എല്ലാവരും തിരക്കിട്ട പ്രിപ്പറേഷനിലാണെന്നറിയാം ബോർഡ് എക്സാംസിന് വേണ്ടി. നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ +2 ബോർഡ് എക്സാംസിന് വേണ്ടി പഠിച്ചോളൂ. കാരണം അതിൽ നിന്നായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് CUETയിൽ വരിക. ഞാനത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുത കൂടെ ഉണ്ട്. കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം ആരും പരീക്ഷ പാസ്സാവുന്നില്ല. കാര്യങ്ങൾ അത് വേണ്ട സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്കത് പേപ്പറിലേക്ക് പകർത്താൻ പറ്റുമ്പോഴാണ് നിങ്ങൾ നല്ല സ്കോർ നേടുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷയിലായിക്കോട്ടെ നല്ല വിജയം നേടുന്നതും. CUETക്ക് ആവശ്യമായ എല്ലാ ടോപ്പിക്സ് കവർ ചെയ്യാനും അത് നിങ്ങളുടെ പേപ്പറിലേക്ക് പകർത്താനും, അതായത് എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUET ക്ലിയർ ചെയ്യാൻ വേണ്ട ഏരിയാസ് എല്ലാം തന്നെ ക്ലാസ്സുകളിലൂടെയും അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സിലൂടെയും ഈ പഠിക്കുന്ന വിവരങ്ങൾ അതേപോലെ എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പിക് ടെസ്റ്റുകളിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയും Prepwise നിങ്ങളെ CUETക്കായി
തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കുന്നതോടെ തീരുന്നില്ല പ്രപ്പോയ്സിന്റെ കടമകൾ. പ്രപ്പോയ്സ് മെന്റർഷിപ്പും ഒക്കെയായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ അഡ്മിഷൻ അസിസ്റ്റൻസിന് വരെ. പ്രപ്പോയ്സ് ക്ലാസ്സസ് എല്ലാം നൽകുന്നത് അവരുടെ ആപ്പ് ത്രൂ ആണ്. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. പ്രപ്പോയ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. CUET പറ്റി ഒറ്റനോട്ടത്തിൽ അറിയേണ്ട എല്ലാ ഏരിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൃത്യമായ ഉത്തരങ്ങൾ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓരോ ദിവസവും CUET പറ്റി ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഈ ന്യൂസുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ന്യൂസുകൾ ആദ്യം ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലൊരു വീഡിയോ ആയിട്ട് CUET പറ്റിയുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.